ഹായ് ഫ്രണ്ട്സ്, ട്രൈംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാങ്കേതിക വിദ്യകൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമെന്ന് പറയുന്നത്. ഒന്നിനും സമയമില്ലാത്ത കാലഘട്ടം. അപ്പോൾ ആ സമയമില്ലാത്ത കാലഘട്ടത്തിൽ യാത്ര എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഈ യാത്ര എത്ര വേഗത്തിലാക്കാൻ സാധിക്കുമോ അത്രയും വേഗത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്കിപ്പോൾ എത്തപ്പെടേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടടുത്ത് അരമണിക്കൂർ കൊണ്ട് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം. അത്തരത്തിൽ ഒരു യാത്ര വേഗത കൂട്ടിക്കൊണ്ട് സമയം കുറയ്ക്കുന്ന ഹൈപ്പർ ലൂപ്പ് ട്രെയിനിനെ കുറിച്ച് നിങ്ങളോടൊപ്പം അല്പനേരം ചർച്ച ചെയ്യുന്നതിനായിട്ടാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കുന്നതിനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആഗ്രഹിച്ചെത്തിയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വിമാനത്തെക്കാൾ വേഗത്തിൽ കരയിലൂടെ യാത്ര ചെയ്യുന്നത് നിങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ടോ? മിനിറ്റുകൾ കൊണ്ട് കിലോമീറ്ററുകൾ താണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് ആലോചിച്ചിട്ടുണ്ടോ? അതെ, അത് ഇന്ത്യയിൽ ഈ വിപ്ലവം സാധ്യമാകാൻ പോവുകയാണ്. സങ്കല്പങ്ങൾക്കും അപ്പുറം വേഗം കൈവരിക്കാൻ, അല്ലെങ്കിൽ വേഗത കൈവരിക്കുവാൻ പോകുന്നത് ഹൈപ്പർ ലൂപ്പ് ട്രെയിനുകളാണ്. ഇവ ഇന്ത്യയിൽ ടെസ്റ്റ് റൺ നടത്താൻ ഒരുങ്ങുകയാണ്. എന്താണ് ഹൈപ്പർ ലൂപ്പ് ട്രെയിൻ? ലളിതമായി പറഞ്ഞാൽ, വായു മർദ്ദം കുറഞ്ഞ ഒരു കുഴലിലൂടെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത്. വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞു നിൽക്കുന്ന ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും. പിന്നീട് കുറഞ്ഞ മർദ്ദത്തിലുള്ള, അല്ലെങ്കിൽ കുറഞ്ഞ പ്രഷറിലുള്ള വായു നിറഞ്ഞ ഈ കുഴലിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്താൽ, അതായത് മാഗ്നറ്റിക് ഫോഴ്സിന്റെ സഹായത്താൽ സഞ്ചാരികളുള്ള പോഡ് തള്ളി നീക്കപ്പെടുന്നു. പോഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രെയിനിലെ ബോഗികൾക്ക് സമാനമായിട്ടുള്ള ചെറു കാറുകൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോഗികളെയാണ് പോഡുകളെന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രെയിനുകളിലെ ബോഗിക്ക് സമാനമായ ചെറിയ ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള വാഹനമാണ് പോഡ്. ട്യൂബിന്റെ ഘർഷണരഹിതമായ ചലനം, അതായത് ഫ്രിക്ഷൻലെസ് ആയിട്ടുള്ള ചലനം, ഫ്രിക്ഷൻലെസ് മോഷൻ കാരണം മണിക്കൂറിൽ 1200 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പോഡിനെ സഹായിക്കുന്നു. എന്നാൽ ഇന്ത്യൻ റെയിൽവേയുടെ ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിലെ പരമാവധി വേഗത മണിക്കൂറിൽ 600 കിലോമീറ്റർ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ നടത്തിയ പഠന റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീട് ഇത് 1200 കിലോമീറ്റർ വരെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ലക്ഷ്യം. പരീക്ഷണഘട്ടത്തിൽ 100 കിലോമീറ്റർ വേഗതയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. യാത്രക്കാർക്ക് സഞ്ചരിക്കാനും ചരക്ക് നീക്കം നടത്താനും പോഡ് വളരെയധികം ഉപയോഗപ്രദമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിവേഗത്തിലുള്ള ഹൈപ്പർ ലൂപ്പ് ട്രെയിനിന്റെ സഞ്ചാരം വിദൂര നഗരങ്ങളെ പോലും മിനിറ്റുകൾ കൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പർ ലൂപ്പിനായിട്ട് കാത്തിരിക്കാം. ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള, വായുവിനേക്കാൾ വേഗത്തിൽ കരയിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാകുന്ന ഈ ഹൈപ്പർ ലൂപ്പ്, ഇന്ത്യൻ റെയിൽവേയുടെ ഹൈപ്പർ ലൂപ്പ് സംവിധാനത്തിലെ പരമാവധി വേഗത മണിക്കൂറിൽ 600 കിലോമീറ്റർ ആയിരിക്കുമെന്ന് പഠന റിപ്പോർട്ടുകൾ പറയുന്നു. അപ്പോൾ ഇനി ഭാവിയിൽ അത് 1200 വരെ നീട്ടിക്കൊണ്ടുപോകാനുള്ള പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇത്തരത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെല്ലാം ഓരോ ലൈക്ക് കൂടി അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളും പരീക്ഷണ വീഡിയോകളും അതുപോലെ യാത്രാ വിവരണങ്ങളൊക്കെ അടങ്ങിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രൈംഫ് അച്ചീവേഴ്സ് ചാനൽ ബൈ അരുൺ. ബൈ.